കുതിരയുടെ കുളമ്പിനുള്ളിൽ കിടന്ന മണ്ണ്, അവരുടെ ദേഹത്തുള്ള മണ്ണ്, ഒട്ടകത്തിന്റെ ശരീരത്തിലുള്ള മണ്ണ്, ആ യുദ്ധത്തിലേക്ക് പോയി വരാൻ ഉപയോഗിച്ച ഏത് വാഹനമാണോ അതിന്റെ മീതെയുള്ള മണ്ണൊക്കെ വടിച്ചെടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കി വെക്കുമായിരുന്നു. സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ ഒരു ചര്യയായിരുന്നു അത്. ആ മണ്ണിങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ ഒരു യാത്ര പോയി, കുറച്ച് മണ്ണ് കിട്ടി. അടുത്ത യാത്ര പോയി, വീണ്ടും ഒരു മണ്ണ് കിട്ടി. ആ മണ്ണ് ഒരു ഇഷ്ടിക, ചെറിയൊരു ഇഷ്ടിക ഉണ്ടാക്കാൻ മാത്രം മണ്ണായി കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഖബറിലേക്ക് കല്ല് വെക്കുന്ന കൂട്ടത്തിൽ ഈ കളിമണ്ണിന്റെ കല്ല് മയ്യത്തിന്റെ ഖബറിലേക്ക് വെക്കുമായിരുന്നു എന്ന് നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും. എന്തിനെന്നറിയോ? അള്ളാഹുവേ, നിനക്ക് ചെയ്ത ഒരു ത്യാഗത്തിന്റെ ഓർമ്മയിൽ എന്റെ നന്മയുടെ സൂചകമായി ഇതിവിടെ കിടക്കട്ടെ പടച്ചവനെ. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഓട്ടം, അതിന്ന് കിട്ടിയ പൊടികൾ എടുത്തിട്ട് ഒരു കൊച്ചു ഇഷ്ടിക ഖബറിന്റെ ഭാഗമാക്കി വെക്കുകയാണ്. ഇതൊക്കെ നന്മയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്നു. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? ഉംറക്ക് പോയ തുണി, ഹജ്ജിന് പോയ തുണി എന്റെ കഫംപുടാക്കിക്കോളൂ, അതായിരിക്കട്ടെ എന്റെ കഫംപുട എന്നൊക്കെ ചിലർ വസിയത്ത് ചെയ്യും. ലാ ഹറജ ഫീഹി ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളുടെയും ദുർജനങ്ങളും വേർപിരിയുന്നത് എങ്ങനെ എന്നൊരു ചർച്ചയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെയും അവന് ഇഷ്ടമില്ലാത്ത ആളുകളുടെയും ചില സ്വഭാവ ഗുണങ്ങൾ കൂടെ പറയുന്നു. സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും സ്വഭാവങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വരുന്നു ഹബീബിന്റെ മുമ്പിലേക്ക്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. സ്വഹാബത്തിന്റെ ചോദ്യത്തിന്റെ രസം കേൾക്കണം. എന്തൊരു രസമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാന്നറിയോ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു അമല് തരും നബിയെ, എനിക്ക് സ്വന്തമായ ഒരു അമലങ്ങ് പറഞ്ഞു തരണം. തുരീഖത്തിന്റെ മശായിഖന്മാരിൽ നിന്ന് മുരീദന്മാരായ ആളുകൾ എടുക്കുന്ന അമലുകളുണ്ട് പ്രത്യേകമായ. അലി റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു വാങ്ങിയ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുല്ലനി അലാ അമൽ, ഒരു അമല് തരും നബിയെ, എനിക്ക് ചില അമലുകളെ പഠിപ്പിച്ചു തരണം. തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിഥ്ല ലഹ്, നോമ്പ് നോറ്റോളൂ അബൂ ഉമാമ, നിങ്ങൾ സുന്നത്ത് നോമ്പെടുത്തോളൂ, അതിന് പകരം നിൽക്കാൻ ഒന്നുമില്ല. സുന്നത്ത് നോമ്പെടുത്തോളൂ. കുറേ കാലം സുന്നത്ത് നോമ്പെടുത്തിട്ട് നോമ്പുസ്താദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് വടകര നാദാപുരം ഭാഗത്ത്, കല്ലാച്ചി ഉസ്താദ് എന്നൊക്കെ പറയും. കുറേ കാലം നോമ്പായിരുന്നു. പിന്നെ അവരുടെ ഒരു ഷെയ്ഖ പറഞ്ഞു, ഇനി മതി, ഇങ്ങനെ നോമ്പെടുത്താൽ നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചു പോകും, ഇടക്കിടക്ക് നോമ്പെടുത്താൽ മതി എന്ന് പറഞ്ഞു. ദുആയിനൊക്കെ ഉത്തരൊക്കെ കാണുന്ന വലിയ അസറുള്ളൊരു മഹാൻ. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലൈക ബിസ്സൗം, അബൂ ഉമാമ നോമ്പെടുത്തോളൂ, ഫഇന്നഹു ലാ മിഥ്ല ലഹ്, നോമ്പിന് പകരം നിൽക്കാൻ ഒന്നുമില്ല അബൂ ഉമാമ, നോമ്പെടുത്തോളൂ. ആ കേട്ടതിന്റെ ശേഷം പിന്നെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുന്ന അവസ്ഥയല്ലാതെ വീട്ടിൽ നിന്ന് പുക ഉയർന്നിട്ടില്ല. വീട്ടുകാരും ഭാര്യയും മക്കളും നോമ്പെടുക്കും. അതാ അത്ഭുതം. പാപ്പി മക്കളും ഭാര്യ എല്ലാവരും നന്മ ഇഷ്ടപ്പെട്ടാൽ അതൊരു വല്ലാത്ത സൗഭാഗ്യമല്ലേ? അപ്പൊ വീട്ടിൽ നിന്ന് വല്ല പുകയും ഉയരുന്നത് കണ്ടാൽ കൂടുതൽ ആളുകൾ മനസ്സിലാക്കും. സ്വഹാബിമാർ പറയും, അബൂ ഉമാമന്റെ വീട്ടിലെ ഒരു അതിഥി വന്നിട്ടുണ്ട്. അതിഥി വരുമ്പോഴേ പിന്നെ അവിടെ വല്ലതും ഉണ്ടാക്കുള്ളൂ. അവര് നോമ്പ് തന്നെയായിരുന്നു, നോമ്പ് ഇഷ്ടമായി. അലൈക ബിസ്സൗം, അവരുടെ ചുണ്ടുകൾ ഉണങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ ഇബാദത്തിലാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ കൊണ്ട് നടക്കുന്നവർ. ചിലർക്ക് ഖുർആനോത് ഇഷ്ടമായിരിക്കും, അവരെപ്പോഴും ഖുർആനോത്. ചിലർക്ക് ദിക്ർ ഇഷ്ടമാണ്, എപ്പോഴും ദിക്ർ ചൊല്ലും. ചിലർക്ക് നിസ്കാരം ഇഷ്ടമാണ്, അവർ ചിലർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. മാഷാ അല്ലാഹ്. സ്വതക്കയുടെ കാര്യം പറഞ്ഞപ്പോഴോ, ഞങ്ങള് ഒരു തെക്കൻ ജില്ലയിൽ തിരുവനന്തപുരത്ത് പോയിരുന്നു. അപ്പൊ അവിടുത്തെ പള്ളിയിൽ സംഭാവന വായിക്കുന്നുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ പള്ളിയിൽ സംഭാവന ഇവിടെ വയനാട്ടിൽ അങ്ങനെ വായിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിലൊന്നും പറയാറില്ല. ഒരാൾ ദ്വാരക്കാൻ സംഭാവന 11 രൂപ, ഒരു അനുഭാവി ദ്വാരക്കാൻ സംഭാവന 20 രൂപ, വേറൊരു അനുഭാവി ദ്വാരക്കാൻ 5 രൂപ. റബ്ബേ, നമ്മളോടൊക്കെ 5ഉം 10ഒക്കെ പറയാറുണ്ട്. ഇപ്പോ ഒക്കെ പറഞ്ഞ് എഴുതിയാൽ തന്നെ വായിക്കോ? എന്തൊരു 500 ആണെങ്കിൽ പറയാന്നല്ലാതെ അങ്ങനെയല്ലേ നമ്മൾ പറയാം. അത്രയും ചെറിയ സംഖ്യകൾ അവർക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും പാവപ്പെട്ട ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. യാ അല്ലാഹ്. 11 രൂപ എന്നിട്ട് ചെവി കൊണ്ട് കേട്ടത് 2 ആഴ്ച മുമ്പ്. 2 ആഴ്ചയോ 3 ആഴ്ചയോ? 3 ആഴ്ചയായി.
സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിയിൽ ദ്വാരക്കാൻ വേണ്ടി പറയുന്ന സംഖ്യ 11 രൂപ. അപ്പൊ അത്രേ കഴിയും. അവർ സംഭാവന കൊടുക്കാണ് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കാൻ. നമ്മൾ ദ്വാരക്കൂല ചിലപ്പോൾ അല്ലേ ഉസ്താദ്മാർ, അതിനൊന്നും ദ്വാരന്നാ കിട്ടൂല, പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞേക്കാം, അങ്ങനെ പറഞ്ഞേക്കല്ലേ. പക്ഷേ ചിലർക്ക് അങ്ങനെയാണ്, കുറച്ച് സംഭാവന കൊടുക്കുക, സ്വതക്ക കൊടുക്കുക. ചിലർക്കത് ഇഷ്ടമാണ്, പലർക്കും പല നന്മയും ഇഷ്ടമായിരിക്കും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എടുത്തത് ഹബീബിന് കിട്ടിയ ഉപദേശമാണ്. സൗം, എപ്പോഴും നോമ്പാണ്. വിശുദ്ധ ഖുർആൻ സജ്ജനങ്ങളുടെ, അവൻ ഇഷ്ടമുള്ള ആളുകളുടെ സ്വഭാവം പറഞ്ഞു. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്ത ആളുകൾ, ബുദ്ധിയില്ലാത്ത ആളുകൾ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ ഖാലൂ സലാമാ, നിങ്ങളോട് മറുപടി പറയാൻ ഞാനില്ല, നിങ്ങൾക്ക് ഞാൻ മറുപടി തരില്ല. വിവരദോഷികളായ ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് കുറ്റം, ഞാൻ മറുപടി പറയില്ല എന്ന് ആരെങ്കിലും അനാവശ്യം പറയുകയാണെങ്കിൽ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നവർ അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്വഭാവമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. എല്ലാറ്റിനും മറുപടി പറയാൻ നിൽക്കരുത്. ചിലതൊക്കെ അവർ ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന ഉത്തരം അതിലുണ്ടാവും. എന്നാലും അവർക്ക് പറയാനുള്ളൊരു റാഹത്തിൽ പറഞ്ഞിട്ടൊരു സന്തോഷിക്കാൻ വേണ്ടി പറയുന്നവരുണ്ടാവും. മറുപടി കൊടുക്കേണ്ടതിനെ മറുപടി കൊടുക്കേണ്ടതുള്ളൂ, അല്ലാത്തത് ഒന്നും മിണ്ടണ്ട. അതിന്റെ മറുപടി അതാണ്. ജാഹിലീങ്ങൾ പലതും പറയും, മിണ്ടാണ്ടിരിക്കുക. ലോകത്ത് പിന്നെ ഒരു പണിയും ചെയ്യാൻ നേരം ഉണ്ടാവില്ല. ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ ചെയ്യുന്ന വേറെ ഒരു ജോലി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലുൽ അമാലി ഇൻദല്ലാഹ്. ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. അല്ലാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അഹബ്ബുൽ അമാലി ഇലല്ലാഹ് എന്നും ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അമൽ, പിരിശപ്പെട്ടത് എന്നൊക്കെ പറയില്ല നമ്മൾ പഴയ മലയാളത്തില്, അത്രക്ക് അല്ലാഹുക്ക് പിരിശപ്പെട്ട ഒരു അമൽ എന്താണെന്നറിയോ? സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുസ്ലിം. ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയത്തിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷമാണ്. ഒരാളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പറയാം, വിഷമുണ്ടാക്കുന്നതല്ല, സങ്കടമുണ്ടാക്കുന്നതല്ല, സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക്. ഉമ്മ മുസ്ലിമല്ലേ, വാപ്പ മുസ്ലിമല്ലേ, പെങ്ങള് മുസ്ലിമല്ലേ, ആങ്ങളെ മുസ്ലിമല്ലേ, ഓരോ മുസ്ലിമിന് ബന്ധുക്കളോ അയൽപ്പക്കത്തോ കൂട്ടുകാരോ ആവട്ടെ സന്തോഷം പറഞ്ഞു കൊടുക്കുക, ആരും ടെൻഷൻ ആക്കാണ്ടിരിക്കുക. ഇത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. അത്രേ നമുക്ക് ചെയ്തുകൂടെ? വല്ല മുടക്കമുണ്ടോ? വാക്കുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. നല്ല വാക്ക് പറയാ. ചിലക്ക് എപ്പോഴും ഇഷ്ടം കുത്തുവാക്ക് പറയലായിരിക്കും. ഒന്ന് വിശദീകരിച്ച് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഓടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ പാപികളായ ആളുകളുടെ സ്വഭാവത്തിന്റെ വിഷയം എന്താണെന്ന് മുത്തുനബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പകലും രാത്രിയും പാപങ്ങളാണ്. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കുന്നത്. അവരുടെ ആനന്ദം പിശാചിന് ഇഷ്ടമുള്ളിടത്താണ്. പക്ഷേ മുഅ്മിനിന്റെ ആനന്ദം അല്ലാഹുവിന്റെ വചനം കേൾക്കുന്നിടത്താണ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ദുർജനങ്ങൾ പിശാചിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണം ആസന്നമാകുന്ന നേരത്തെ സജ്ജനങ്ങളും ദുർജനങ്ങളും വേർപിരിയുന്നുണ്ട്. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നകും തുബ്തലൂന ഫീ ഖുബൂരികും ഖരീബൻ മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. കപടനായ, ലോകത്തെ ഏറ്റവും വലിയ നുണയുടെ ആശാൻ എന്ന് പറയാൻ പറ്റുന്ന മസീഹുദ് ദജ്ജാൽ. ദജല എന്ന് പറഞ്ഞാൽ കദബ, നുണ പറഞ്ഞു. കദ്ദാബ്, പച്ചയായ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ. ലോകം മൊത്തം ചുറ്റി നടക്കും. ആരോ പറഞ്ഞു മക്കത്തും മദീനത്തും കയറൂല, ലോകം മൊത്തം ചുറ്റി നടക്കും. പ്രധാനമന്ത്രിയാണോ എന്ന് പറഞ്ഞു അല്ലേ? അതൊന്നുമല്ല. മസീഹുദ് ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. മസീഹുദ് ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. ഖാരിജുൻ ഖല്ലതൻ ബൈന ശാമി വൽ ഇറാഖ്. ഈ വാട്സപ്പിൽ പറയെ വിറ്റും വരും. ഒക്കെ ആലോചിച്ചിട്ട് വിടുക. മസീഹുദ് ദജ്ജാൽ എന്ന് പറയാനായിട്ടില്ല. മസീഹുദ് ദജ്ജാൽ വരുന്നത് ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിലുള്ള ബോർഡറിൽ നിന്നാണ്. അവിടെ നിന്നാ വരിക. മൂപ്പര് ഒറ്റക്കണ്ണനാണ്. മൂപ്പര് മക്കത്തും മദീനത്തും പോവില്ല. അതൊക്കെ ശരി. 40 യൗമൻ, 40 ദിവസമാണ് ഭൂമിയിൽ താമസിക്കുക. യൗമുൻ കസനത്തിൻ വയൗമുൻ കശഹരിൻ വയൗമുൻ കജുമുഅ. ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം, മറ്റൊന്നൊരു മാസത്തിൻ്റെത്, മറ്റൊരാഴ്ചയുടേത്. പറഞ്ഞ മൂപ്പരല്ല ഈ മൂപ്പര്. എന്ത് ചെയ്യാ? മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെക്കാളും ഗുരുതരമായ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ഖബറിൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വഅന്നീ തുസ്അലൂൻ, എന്നെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കുമെന്നും ഹബീബായ നബി തങ്ങൾ. ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടൊക്കെ ഉത്തരം പറയാൻ സജ്ജനങ്ങൾക്കേ കഴിയൂ. ഹബീബിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന ഈ ആളറിയോ? അല്ലാഹ്, ഹബീബിനെ ഒരുപാട് സ്വപ്നം കാണുന്ന സജ്ജനങ്ങളുണ്ട്. എത്രയോ പുതുമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ, ഞാൻ അറിയുന്ന വിഷയങ്ങൾ തന്നെ, എത്രയോ ആളുകൾ ഹബീബിനെ സ്വപ്നം കാണുന്നുണ്ട്. എത്രയോ സഹോദരിമാർ, എത്രയോ സഹോദരന്മാർ മുത്തുനബിയെ കണ്ണു നിറയെ കണ്ട് എഴുന്നേറ്റെണീക്കുന്ന ചില രാവുകളുണ്ട്. അല്ലാഹു ഹബീബിനെ ഒരുപാട് കാണാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതൊരു വലിയ സൗഭാഗ്യമല്ലേ? ആ ഒരു രാവിനേക്കാളും മഹത്വമുള്ള രാത്രി ഏതാണ്? ആ രാവിനേക്കാളും മഹത്വമുള്ള രാവിനെ ഉണ്ടോ? ഹബീബിനെ കാണാൻ ഭാഗ്യമുണ്ടാകുന്നത് അത് സജ്ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. നാളെ ഖബറിൽ അല്ലാഹു തആല ഹബീബിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും മലക്കുകളുടെ കയ്യാലെ. ഈ ആൾ അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്നവരെ, ഹബീബ് പറയുന്ന പോലെ ജീവിച്ചവരെ പറയും, ഹാദാ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് ഞങ്ങൾക്ക് റബ്ബേ നീ നിയോഗിച്ചു തന്ന ഞങ്ങളുടെ ദൂതർ, നിന്റെ റസൂൽ, ഞങ്ങൾ സന്മാർഗം കാണിച്ചു തന്ന മുഹമ്മദ് നബിയല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടിട്ട് ചിലർ പറയും, എനിക്കറിയില്ല, ആരാണെന്നറിയില്ല. അടി വരുന്നു, അപ്പോഴേക്കും അടി വരുന്നു. ഉലൈകല്ലദീന ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവരുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയവരാണവർ. അല്ലാഹു അത്തരം അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യഖ്റുജൂനകും മിനന്നാർ, പരലോകത്തേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിന്റെ നരകശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരുന്നവർ പാപികളാണല്ലോ. ഈമാനുള്ള ആളുകളെ ഏതെങ്കിലും ഒരു കാലം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈമാനുള്ളവരെ ഏതെങ്കിലും, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. ഈമാനുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കാലത്ത് അല്ലാഹു ശിക്ഷിക്കാൻ വിധിച്ചാൽ തന്നെയും ഏതെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ്. പക്ഷെ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കടക്കാതെ റബ്ബേ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ തമ്പുരാനേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യൻ തൂങ്ങി മരിച്ചാലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു. അപ്പെടുത്തിട്ട് ഒരു കൂട്ടർ ക്ലിപ്പാക്കി വിട്ടു, അത് മുഴുവൻ മനസ്സിലാക്കാതെ. എന്താ ചെയ്യാ? തൂങ്ങി മരിച്ച മനുഷ്യൻ കാലാകാലം നരകത്തിൽ കടക്കും എന്ന് മുസ്ലിമായിരുന്നു ആ മനുഷ്യനെങ്കിൽ, ഈമാനിന്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ്. തൂങ്ങി മരണം ഒരു കുറ്റമാണ്, പാപമാണ്, വലിയ കുറ്റമാണ്, നരകം കടക്കാൻ കാരണമായ കുറ്റമാണ്. പക്ഷേ കാലാകാലം നരകത്തിൽ കടക്കുമോ ഇല്ലയോ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? അല്ലാഹു കണക്കാക്കിയ കാലം നരകത്തിൽ കടന്നാൽ പിന്നെ ഈമാൻ ശകലമുണ്ടോ, മിസ്ഖാല ദർറ, അണുമണി തൂക്കം ഈമാനുണ്ടോ, അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. അതിനെ എതിര് പറയുന്നത് മുഅ്തസിലത്തിന്റെ അഭിപ്രായമാണ്. ഇതൊന്നും അറിയാതെ അങ്ങോട്ട് ക്ലിപ്പുണ്ടാക്കി വിടാൻ, മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. ആലോചിച്ചിട്ട് പറയാ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അത്തരക്കാരോട്. അള്ളാഹു നമ്മളെയൊക്കെ ഖാലിദീങ്ങളായി സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ.